ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ തോന്നിയാസും അൺലിമിറ്റഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ പോകുന്നത് ഒരു കിട്ടിക്കാച്ച വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഒരു ഡിഫറെന്റ് രീതിയിലുള്ള സ്നാക്സും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഈ സ്നാക്ക് എന്ന് പറയുന്നത് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ ഒരു സ്നാക്കാണ്. എന്താ പറയുക, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. വേറൊന്നുമില്ല, സബോള, അതായത് ഒനിയനാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബിന്റെ അപ്പുറത്താണ് ചെറിയൊരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ കിടിലൻ കിട്ടുകാച്ച വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ ആയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് നമ്മളത് സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ, നോക്കാം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിക്ക് നമുക്ക് ആവശ്യമുള്ളത് സബോളയാണ് കേട്ടോ. അപ്പോൾ സബോള നമ്മൾ ഇത് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കാരണം ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ ഇന്നത്തെ സ്നാക്സ് എടുക്കുന്നത്. കണ്ടില്ലേ, നല്ല റിങ് പോലെ കിട്ടണം. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതാണ് പ്രധാനമായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ അവസാനത്തെ പീസൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം, അത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് മാറ്റി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറികൾക്കൊക്കെ സബോള ആവശ്യം ഉണ്ടാവുമല്ലോ, അത് മാറ്റിയിട്ട് നമുക്കത് കറികൾക്ക് എടുക്കാൻ പറ്റും. ശരിയാവാത്തതുണ്ടെങ്കിൽ അപ്പോൾ പേടിക്കൊന്നും വേണ്ട. ശരിയായില്ലെങ്കിൽ കുറച്ച് വലിയ സബോള എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മൈദയാണ് കേട്ടോ. മൈദ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2.5 ഗ്ലാസ് മൈദയാണ് എടുത്തിരിക്കുന്നത്. കാരണം അത്ര ആവശ്യമുള്ള, ഒരുപാട് ഞാൻ സബോളൊന്നും എടുത്തിട്ടില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2.5 ഗ്ലാസ് മൈദയ്ക്ക് 2.5 ടേബിൾ സ്പൂണോളം, 2.5 ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ 2.5 ഗ്ലാസ് മൈദയ്ക്ക് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ കോൺഫ്ലവറും ആ മൈദയൊക്കെ കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരുന്നത് വേറെ ഒന്നുമല്ല, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റില്ലേ, അതാണ്. അപ്പം നല്ലോണം അത് മിക്സിയിലിട്ട് അടിച്ചിട്ടോ, അല്ലെങ്കിൽ ഞാനിവിടെ ചതച്ച് കൊടുത്തേക്കാണ്. അപ്പം മറ്റേ അമ്മിക്കല്ലൊന്നും ഇല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. നല്ലോണം ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയാൽ മതി. അത് തന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അത് മിക്സാക്കി കൊടുക്കുക. കാരണം അതും കൂടി വരുമ്പോഴാണ് നമ്മൾ ഇതിനൊരു നല്ലൊരു ടേസ്റ്റും കൂടി കൊടുക്കുള്ളൂ. ഇനി നമുക്ക് ആവശ്യമുള്ളത് മുളക് പൊടിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കാശ്മീരി ചില്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് കളർഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ വീട്ടിലുണ്ടായിരുന്നില്ല, അപ്പോൾ കഴിഞ്ഞൊക്കെയായിരുന്നു. അതുകൊണ്ട് ഞാൻ സാധാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുള്ളൂ, ഒരുപാട് എരിവൊന്നും വേണ്ട, നമുക്ക് ആവശ്യത്തിനുള്ള എരിവ് മതി. അപ്പോൾ എരിവ് ഒരുപാട് ഇഷ്ടപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഉപ്പാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത് കേട്ടോ. കല്ലുപ്പ് അത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ട് നല്ലോണം അതൊന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ എല്ലാ വശത്തേക്കും ആവാൻ വേണ്ടിയിട്ടാണ് നല്ലോണം മിക്സ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം നമുക്കതൊന്ന് നല്ലൊരു എന്താ പറയുക, മാവിനൊക്കെ നമ്മൾ ഉണ്ടാക്കില്ല, അതുപോലെ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം, ഒരുപാട് ലൂസ് അല്ല, എന്നാലും ആവശ്യത്തിന് കണ്ടില്ല ഈ ഒരു കൺസിസ്റ്റൻസിൽ ആവുന്നത് വരെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചീശെ വെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് ഏകദേശം പരിവായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരിവാകുമ്പോൾ നിർത്തുക, എന്നാലാണ് അത് നമ്മൾ അതിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലോണം നമ്മൾ പിടിക്കുള്ളൂ. ഒരുപാട് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ പിടിക്കില്ലല്ലോ. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പ്രധാനപ്പെട്ട വേറൊരു സംഭവം എന്ന് പറയുന്നത് റസ്ക് പൊടിയാണ് കേട്ടോ. അപ്പോൾ റസ്ക് പൊടിയാണ് വേറെ ഇതിനാവശ്യമുള്ളത്. ഇപ്പോൾ സബോളയും ഈ മൈദയും പിന്നെ ഈ റസ്ക് പൊടി ഉണ്ടെങ്കിൽ നമുക്കൊരു കിഡിലനായിട്ടുള്ള ഒരു സ്നാക്സ് നമുക്ക് ഉണ്ടാക്കാം. ഒരു വെറൈറ്റി സംഭവമാണ് കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, നല്ലൊരു റിസൾട്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, ഒരു വെറൈറ്റി സംഭവം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല എങ്ങനെ ഉണ്ടാക്കാന്നല്ലേ. അപ്പോൾ നമ്മുടെ ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, നല്ലോണം ചൂടായി വരുന്നുള്ളൂ. ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സബോള എടുക്കുക. സബോളയുടെ ഒരു റിങ് എടുത്തിട്ട് നമ്മളത് ഈ മൈദയുടെ ഈ ഒരു ഇതിലേക്ക് നമ്മളത് മിക്സ് ചെയ്ത് കൊടുത്തേക്കുന്ന ആ ഒരു ഇതിലേക്ക് നമ്മളത് നല്ലോണം ഇട്ട് നല്ലോണം അതുമ്പോൾ പിടിപ്പിക്കണം. ഒരുപാടൊന്നും പിടിപ്പിച്ചില്ലെങ്കിൽ എന്നാൽ ജസ്റ്റ് അതുമ്പോൾ ഒരു കോട്ടിങ് വന്നാൽ മതി. എന്നിട്ട് നമ്മൾ ആ റസ്ക് പൊടിയിൽ ഇട്ടിട്ട് അതുമേയും ആ റസ്ക് പൊടി ഒന്ന് പിടിക്കണ വരെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
മിക്സ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ടാൽ മതി കൈ കൊണ്ട് തന്നെ. അപ്പോൾ അത് പിടിച്ചോളും. കാരണം അതിൻ്റെ ഒരു മൈദയുടെ ആ ഒരു ഇതുള്ള കാരണം കൊണ്ട് അത് വേഗം കയറി പിടിക്കില്ലേ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് നമ്മളത് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. കണ്ടില്ല, നല്ലോണം അതൊന്ന് ഇങ്ങനെ കണ്ടില്ലേ, നല്ലോണം അത് വെന്ത് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. കാരണം ചൂടായ വെളിച്ചെണ്ണ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കി കിട്ടും. കാരണം നമ്മൾക്കറിയാം സബോളയ്ക്ക് അധികം കട്ടിയൊന്നും ഇല്ലാത്ത സംഭവമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കിഡിലനായിട്ടുള്ള റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം. ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്യുന്ന വെച്ചാൽ സിമ്മിലിട്ടിട്ട് നമുക്ക് അടുത്തത് ഇതാക്കി കൊടുക്കാം. ഈ ഒരു കളറാകുമ്പോൾ നിർത്തിയിട്ട് നമ്മളത് കോരി എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ കോരി എടുത്തിട്ട് ഇടുമ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ എണ്ണ അതുമ്പോൾ പിടിച്ചിട്ട് നമുക്ക് എണ്ണ അതിൽ നിന്ന് ഇതാക്കും. അല്ലെങ്കിൽ എണ്ണ ഒരുപാട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഇട്ടില്ലെങ്കിൽ എണ്ണ അതുമ്പോൾ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ടിഷ്യൂ പേപ്പറിലേക്ക് അത് എണ്ണ പിടിച്ചോളും. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഞാൻ വേറെ ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ വീണ്ടും ഞാൻ അത് കാണിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഇതിൽ കൂടെ തന്നെ വേറൊരു രീതിയിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നത് ഓട്സ് ഇല്ലേ, ഓട്സ് എടുത്തിട്ടാണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ റസ്ക് പൊടി ഇല്ല, ഓട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇതിലേക്ക് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതായത് നമ്മൾ മൈദ കലക്കി വെച്ചിട്ടില്ലേ, അതിലേക്ക് നമ്മളിത് മുക്കിയിട്ട് ഒന്ന് പിടിപ്പിച്ചാൽ മതി. അതിനുശേഷം നമ്മളുടെ ഓട്സ് ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒരു കോട്ടിങ് പോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. അപ്പം ഇതിനും വേറൊരു പ്രത്യേക ടേസ്റ്റാട്ടോ. രണ്ടിനും ഒരേ ടേസ്റ്റ് അല്ല, പല വെറൈറ്റി ടേസ്റ്റസ് ആണ്. അപ്പം ഞാനൊരു 2 ഇതായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ വേണ്ട, ഒന്നിൽ തന്നെ ഇടാമെന്ന് വെച്ചാൽ കണ്ടില്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള സംഭവമായിട്ടുണ്ട് ഓട്സ് വെച്ചിട്ടുള്ളത്. ഇത് പിന്നെ നമ്മുടെ ഒനിയൻ നമ്മുടെ സാധാരണ റസ്ക് പൊടിയിൽ വെച്ചിട്ട് ഇട്ടിട്ടുള്ളതാണ്. രണ്ടും സൂപ്പറാണ്. നിങ്ങൾ ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാരണം സൂപ്പർ കിട്ടക്കാച്ച റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പൊ എല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ഈ സ്നാക്ക് ഉണ്ടാക്കാന്ന് കണ്ടില്ലേ. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാരണം വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ രുചികരമായ ഒരു സ്നാക്ക് കൂടിയാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ അതിന്റെ ഷേപ്പൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ പിള്ളേരെ ആകർഷിപ്പിക്കാൻ പറ്റിയ ഒരു ഷേപ്പൊക്കെയാണ് അതിനുള്ളത്. അപ്പൊ കട്ടിങ്ങിന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം. കാരണം എന്തായാലും സൂപ്പർ ആയിരിക്കും. കാരണം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ നന്നായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എന്റെ ചാനലിൽ ഞാൻ ഇത് ഇടാന്ന് വിചാരിച്ചത്. അപ്പൊ പറഞ്ഞു തീർപ്പിക്കാണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അതിനു മുമ്പ് എന്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബിന്റെ അവിടെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ കിടുക്കാച്ച് വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ ആയിട്ട്. അപ്പൊ വേറൊരു കിടിക്കാച്ച് വീഡിയോ ഞാൻ വീണ്ടും വരുന്നവരെ സ്റ്റേ ട്യൂൺ ഓൺ മൈ ചാനൽ തോന്നിയാസം അൺലിമിറ്റഡ് ആയിട്ട്. ബൈ ബൈ, സീ യു.